ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ ഫൈറ്ററും ചിക്കൻ കറിയും. ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫൈറ്ററിനെ കൊണ്ടുവന്നു കേട്ടോ. അപ്പം ഞങ്ങളതിൻ്റെ ഓരോരുത്തരും ഞങ്ങളതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. ഫിഷിനെ അങ്ങനെ അധികമായിട്ട് ഞങ്ങളിവിടെ അങ്ങനെ വളർത്താറൊന്നുമില്ല. കുറേ കാലം മുമ്പ് 5-6 വർഷങ്ങൾക്ക് മുമ്പ് കിങ്ങിണി എന്ന പേരിലൊരു തത്തക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഒരുപാട് കാലം അത് ഇവിടെ ഉണ്ടായിരുന്നു. അത്യാവശ്യം സംസാരിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അത് നമ്മൾ ഓരോരുത്തരെയും കണ്ടാലും കിങ്ങിണിക്കുട്ടി എന്ന് പറയും കേട്ടോ. അങ്ങനെ അത് ഒരു ദിവസം കൂട് വാഷ് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ അത് പാറിപ്പോയിട്ടോ. പിന്നെ അതിൻ്റെ ഒരു ഷോക്കിന് ശേഷം വേറൊരു തത്തക്കുട്ടിനെ കൂടി മേടിച്ചിട്ടോ. അത് അധികകാലം നിന്നില്ല, അതങ്ങനെ ചത്തുപോയിട്ടോ. പിന്നെ അതിനൊക്കെ ശേഷം ഇപ്പോൾ ഫൈറ്ററിനെ കൊണ്ടുവന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ ഓരോരുത്തരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. അതിൻ്റെ കല്ലിടുന്നത് അടക്കം അത് സെറ്റ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഭയങ്കര ഇതോടെ എക്സൈറ്റ്മെൻറ്റോട് കൂടി ഞങ്ങൾ ചെയ്യുകയാണ്. ഹസ്ബൻഡ് വന്ന പാടെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മുമ്പേ ഉണ്ട് കേട്ടോ. ആ ഓഫീസ് യൂണിഫോം പോലും മാറ്റിയിട്ടില്ല. അങ്ങനെ ഫൈറ്ററിനെ നമ്മളിലേക്ക് ഇട്ടു കേട്ടോ. നമ്മൾ നോക്കുകയാണ് എവിടെ കണ്ടോ ഇതിങ്ങനെ നീങ്ങുന്നത് കാണാൻ എന്ത് രസാലേ. അപ്പോൾ എടുത്തമ്മേൻ്റെ കുട്ടികളും എല്ലാവരും ഉണ്ട് കേട്ടോ. അവളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. അതിൻ്റെ ആ ഒരു മൂമെൻറ്റ്സ് ഇങ്ങനെ കണ്ട് കുറേ നേരം അങ്ങനെ നോക്കിയിരുന്ന് പോകട്ടെ നമ്മൾ. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ അടുത്തത് ചിക്കൻ കറി, നമ്മൾ രണ്ടാമത് പറഞ്ഞിട്ടുള്ള ചിക്കൻ കറീൻ്റെ ഇതിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഫൈറ്ററിന് മാത്രമല്ല ചിക്കനും ഹസ്ബൻഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉള്ളി തോല് പൊളിക്കുകയാണ്. ഉള്ളി തോല് പൊളിക്കുന്നത് എൻ്റെ ഡ്യൂട്ടിയാണ്. അരിയുന്നത് ഹസ്ബൻഡ് അരിയും. കാരണം ഞാൻ കുറച്ച് കട്ടിക്കിന് അരിയെന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡാണ് കേട്ടോ എപ്പോഴും ഇടുന്ന് മേടിച്ച് അരിയുക. പക്ഷെ ഇന്നെന്തോ എൻ്റെ അടുത്ത് അരിയാൻ പറഞ്ഞു കേട്ടോ. വെറൈറ്റി ആയിട്ട് വെക്കണമെന്നുണ്ട്, പക്ഷേ ടൈമിൻ്റെ ലിമിറ്റേഷൻ കൊണ്ട് നമ്മൾ സാധാ ഉണ്ടാക്കുന്ന പോലെ തട്ടിക്കൂട്ട് ചിക്കൻ കറി ആയിട്ടാണ് വെക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ കുറേ ചിക്കൻ റെസിപ്പീസൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് ഫൈറ്ററിൻ്റെ പിന്നാലെ കുറച്ച് നേരം പോയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. പിന്നെ സാധാ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് എളുപ്പത്തിൽ പരിപാടിയൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ എന്താ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെന്താ ജീരകം, ഇതൊക്കെ ഇട്ടിട്ട് പേസ്റ്റ് പോലെ നമ്മൾ ചതച്ചെടുത്തു. പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക, സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഹസ്ബൻഡിന് കുക്ക് ചെയ്യുമ്പോൾ നല്ല വെളിച്ചം വേണം കേട്ടോ. എമർജൻസി ആയിരുന്നു ആദ്യം സാധാ നോർമൽ വെളിച്ചത്തിലായിരുന്നു കുക്ക് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഒരു ക്ലിയർ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, ക്ലിയറിൻ്റെ ഇത് മാത്രമല്ല കുക്ക് ചെയ്യുമ്പോൾ ഒരു കംഫേർട്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എമർജൻസി വെച്ചു കേട്ടോ ജനലിൻ്റെ ഭാഗത്തായിട്ട്. പിന്നെ അത് പോരായിട്ട് ഒരു ബൾബ് തന്നെ ലാസ്റ്റ് ഫിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. ഓക്കെ, ദെൻ എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഉലുവയും സ്പൈസസും ഇട്ടതിന് ശേഷമാണ് നമ്മൾ സവാള വഴറ്റുന്നത് കേട്ടോ. അതിൻ്റെ സൈഡിൽ കുഞ്ഞിനുള്ള മുട്ട തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇടാണ്. മുളക്, വെളുത്തുള്ളി, ജീരകം, ഇഞ്ചി തുടങ്ങിയുള്ള പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി ഇതിൻ്റെ ഒരു ഇളക്കൽ നിങ്ങൾ കാണുന്നുണ്ടാവും കേട്ടോ. വെറുതെ മെയിൻ ആവാനായിട്ട് ആവശ്യമില്ല, എന്നാലും കിടക്കട്ടെ എന്നിട്ട് ഞാൻ 2 ഇളക്കൽ ഇളക്കിയിട്ടുണ്ട്. ഹസ്ബൻഡിനെയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ പിന്നെ ഇങ്ങനെ അരിയൽ പരിപാടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ തക്കാളി അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, തക്കാളി അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. തക്കാളി അരിഞ്ഞ് ഈ വഴറ്റി വന്ന ഉള്ളിലേക്ക് നമ്മൾ ഇടണം കേട്ടോ. അപ്പോൾ അതാ തക്കാളി നമുക്കിതിലേക്ക് ആഡ് ചെയ്തു. ഇനി എന്താ നന്നായിട്ട് ഇളക്കുക തന്നെ. ഒക്കെ ഒന്ന് മിക്സായി വരുന്ന വേണം, നന്നായിട്ട് ഇളക്കുക. ഒക്കെ ഒന്ന് സെറ്റ് ആവണം. തക്കാളി ഒന്ന് ഇട്ട് എലിങ്ങി തുടങ്ങണം കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല പാചകമാണ് കേട്ടോ. ഞാനവിടെ സൈഡിൽ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ട് നമ്മൾ പൊടികൾ ആഡ് ചെയ്യുകയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല എന്താ വെച്ചാൽ അതൊക്കെ ആഡ് ചെയ്തു. എന്നിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്യുന്ന രീതിയിൽ ഇളക്കി മറിക്കുക തന്നെ. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എനിക്കിങ്ങനെ ചിക്കൻ കറീനേക്കാട്ടും ഇഷ്ടം കടായി വെക്കുന്നതാണ് കേട്ടോ. പിന്നെ കടായിയും നെയ്ച്ചോറും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സാധാ കറീനേക്കാട്ടിലും ഒന്നും കൂടി ഒരു ടേസ്റ്റ് അതാണ് കടായിട്ട്. പക്ഷെ അതിന് കുറച്ച് എക്സ്ട്രാ പണിയുണ്ടല്ലേ. ചിക്കൻ വറുക്കണം, അതിൻ്റെ കുറച്ച് എക്സ്ട്രാ മസാലകൾ കാര്യങ്ങളൊക്കെ. ഇതാണെങ്കിൽ ഉള്ളി വയലേണ്ട സമയം മാത്രം മതി, ബാക്കി കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. മറ്റേത് അറിയുമ്പോൾ ഒരു ചിക്കൻ വറക്കുന്ന ടൈം, അത് അത്രയും ടൈമും വേണം അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പക്ഷേ അതിനനുസരിച്ചുള്ള ടേസ്റ്റ്
മാറ്റം ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെയായാലും കുഴപ്പമില്ല, പക്ഷെ നമുക്ക് കമ്പാരിറ്റീവ്ലി ഒന്നുകൂടി ടേസ്റ്റ് കടായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു തന്ന ചിക്കൻ കറി ഇവിടെ ഏകദേശം തയ്യാറായിട്ടുണ്ട്. നമ്മൾ ആ മസാലയിലേക്ക് ചിക്കൻ ഇട്ട് മിക്സ് ചെയ്ത് എല്ലായിടത്തും എല്ലാ ചിക്കനിലേക്കും മസാല പിടിക്കും വിധം നമ്മൾ എന്ത് ചെയ്തു, ഇളക്കി അങ്ങോട്ട് മറിച്ചു. ഇനി എന്താ, വാട്ടർ ആഡ് ചെയ്യുക, അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഓക്കെ, ഇനി തിളച്ച് മറിയുന്ന രംഗം നമുക്ക് കാണാം അല്ലേ. ഹസ്ബൻഡ് പോലെ തന്നെ എൻ്റെ ഫാദറും നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. അച്ഛൻ ഇപ്പോൾ എടുത്ത് കണ്ടെത്തിയ ഒരു റെസിപ്പി ഉണ്ട്, ചിക്കൻ റെസിപ്പി. അത് അടിപൊളി ടേസ്റ്റാണ്. സോസൊക്കെ ഒഴിച്ച് ഒരു നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു സ്റ്റൈൽ ഓഫ് ടേസ്റ്റാണ് നമുക്ക് ആ ചിക്കൻ കറിക്ക് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ കണ്ടോ, ഞാൻ പറഞ്ഞ അരങ്കത്തി തിളച്ച് മറിയുന്ന ചിക്കൻ കറി. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഇന്ന് നമ്മളെ ചൂട് ചോറിനോട് കൂടെയോ ചപ്പാത്തീൻ്റെ കൂടെയോ നമുക്കിത് ടേസ്റ്റോടെ കഴിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.